ദലൈലാമയുടെ പിൻഗാമിയെ തീരുമാനിക്കുന്നതിൽ ബാഹ്യശക്തികളുടെ ഇടപെടൽ അനുവദിക്കില്ലെന്ന് ചൈന. ദലൈലാമയുടെ പുനർജന്മവും പിന്തുടർച്ചയും ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡർ വ്യക്തമാക്കി. വിനീത വിജിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നത്. വിനീത, ഗുഡ് മോർണിംഗ്. ഈ ദലൈലാമയുടെ പിറന്നാളിനോടനുബന്ധിച്ച് ചൈന പല സ്റ്റേറ്റ്മെന്റ്സും ഇറക്കുകയുണ്ടായി. നമുക്കറിയാം, വർഷങ്ങളായി ഒറ്റ ചൈന, ഏക ചൈന എന്ന് പറയുന്ന നയത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ ജന്മദിന ആഘോഷങ്ങളിൽ പങ്കെടുത്ത മന്ത്രിമാർക്ക് പോലും ആ നയത്തിൽ നിന്ന് മാറ്റം വരുത്തരുത് എന്നൊരു നിർദ്ദേശം നൽകിയതായിട്ടുള്ള ചില റിപ്പോർട്ടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഒരു നിലപാട് എന്തായിരിക്കും? ചൈനയുടെ ഈ ഒരു വിശദാംശവും ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ കൂടി. വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട നിലവിൽ ചില തർക്കങ്ങളൊക്കെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ചൈന അവരുടെ നിലപാട് കൂടി കടുപ്പിച്ചിരിക്കുന്നത്. അവർ പറയുന്നത് ദലൈലാമയുടെ പുനർജന്മത്തെക്കുറിച്ചുള്ള ഇന്ത്യയുടെ പ്രസ്താവന അത് ചൈനയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. വിഷയത്തിൽ മറ്റുള്ളവർ ഇടപെടാൻ നടത്തുന്ന ശ്രമത്തെ ഞങ്ങൾ ശക്തമായി എതിർക്കുമെന്നും ചൈനീസ് അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ചൈനീസ് അംബാസിഡറാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ദലൈലാമയുടെ പുനർജന്മവും ഒപ്പം തന്നെ പിന്തുടർച്ചയും അത് ചൈനയുടെ ആഭ്യന്തര കാര്യമാണെന്നും ഈ വിഷയങ്ങളിൽ മറ്റുള്ളവർ ഇടപെടേണ്ട കാര്യമില്ല, അങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടാവുകയാണ് എങ്കിൽ ചൈന അതിനെ ശക്തമായി എതിർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ടിബറ്റൻ ബുദ്ധമതം ആചരിക്കുന്ന പ്രദേശങ്ങൾ, ആ പ്രദേശങ്ങൾ ചൈനയിലാണുള്ളത്. ടിബറ്റൻ ബുദ്ധമതവും ഒപ്പം തന്നെ അതിന്റെ ഉത്ഭവവും അത് ചൈനയുടെ പീഠഭൂമിയിലാണ് എന്നും ചൈനീസ് അംബാസിഡർ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യയിലെ ദലൈലാമയുടെ വംശാവലി രൂപപ്പെട്ടിരിക്കുന്നത് ചൈനയുടെ ടിബറ്റ് മേഖലയിലാണെന്നും അദ്ദേഹം പറയുകയാണ്. അവരുടെ മതപരമായിട്ടുള്ള പദവിയും ഒപ്പം തന്നെ ഈ സ്ഥാനപ്പേരുകളും നൽകുന്നത് അത് ചൈനീസ് സർക്കാരിന്റെ അധികാര പരിധിയിലുള്ള കാര്യമാണെന്നും ഈ അധികാര പരിധിയിൽ മറ്റുള്ളവർ ഇടപെടരുതെന്നും അങ്ങനെയുള്ളൊരു ബാഹ്യശക്തിയുടെ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുമെന്നുമാണ് ഇപ്പോൾ ചൈന അവരുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത്. ക്രിസ്റ്റീന.